നമസ്കാരം. കേരള ടൈംസ് ബ്രേക്ക് ഡൗൺ വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂർ അമല ആശുപത്രിയിൽ 113 ദിവസമായി തുടർന്നു വന്ന നഴ്സുമാരുടെ സമരം ഒത്തുതീർന്നു. തൃശൂർ അമല മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ 113 ദിവസമായി നഴ്സുമാർ നടത്തിവന്ന അനിശ്ചിതകാല സമരം ഒടുവിൽ ഒത്തുതീർപ്പായി. നഴ്സുമാരും മാനേജ്മെന്റും തമ്മിൽ നടത്തിയ ചർച്ചകൾക്കൊടുവിൽ ചില നിർണായക വ്യവസ്ഥകളോടെയാണ് സമരം അവസാനിപ്പിക്കാൻ തയ്യാറായത്. ദീർഘനാൾ നീണ്ടുനിന്ന ഈ പ്രതിഷേധം ഒത്തുതീർപ്പായതോടെ വലിയൊരു ആശ്വാസത്തിലാണ് ജീവനക്കാരും രോഗികളും. സമരം വിജയകരമായി അവസാനിച്ച സാഹചര്യത്തിൽ ഓൺലൈൻ പ്രസ് ക്ലബ് സംസ്ഥാന പ്രസിഡന്റ് ജോയ് ദാനിയേൽ സമരസമിതി നേതാവ് ടിൻഡുവുമായി പ്രത്യേക അഭിമുഖം നടത്തി. സമരത്തിന്റെ വിജയത്തെക്കുറിച്ചും മുന്നോട്ടുള്ള തീരുമാനങ്ങളെക്കുറിച്ചും ടിൻഡു സംസാരിക്കുന്നത് കാണാം. സമരത്തിലായിരുന്നു. പുതിയ മിനിമം വേജസിന് വേണ്ടിയിട്ടാണ് നമ്മൾ സമരം ഇറങ്ങിയത്. അതുപോലെ തന്നെ അത് ഒരു സർക്കാർ, ഇതിന് മുന്നിലുള്ള സർക്കാർ ഒരു കരട് വിജ്ഞാപനം ഇറക്കി. അതില് ബാക്കി അതിന്റെ പൂർത്തീകരണം ഉണ്ടാകാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ മാനേജ്മെന്റുകളോട് ഒരു ഇടക്കാല ആശ്വാസമായിട്ടൊരു തുകയും ആയിട്ട് മറ്റ് മാനേജ്മെന്റുകളോടായി സമരം. അങ്ങനെ നിലവിൽ മറ്റുള്ളിടത്തൊക്കെ തീർന്ന സാഹചര്യത്തിലും അമലയിലും ജൂബിലിയിലും ഒരു 113 ദിവസം സമരം ചെയ്തു. അപ്പം ഇന്ന് ആ സമരം വളരെ ഭംഗിയായിട്ട് തന്നെ, അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ അത് ഇരു കൂട്ടർക്കും തമ്മിലൊരു ധാരണയിലായി അവസാനിപ്പിക്കാൻ സാധിച്ചു. അപ്പൊ അതിന്റെ വലിയ സന്തോഷത്തിലാണ് ഇവിടെ എല്ലാവരും. ഒരു സമരത്തിന്റെ ഭാഗമായി 113 ദിവസം ഒന്നിച്ച് ഇരുന്ന ആളുകൾക്ക് ആ ഒരു ലഭിച്ച സന്തോഷം പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ളൊരു സമയമാണ്. നിങ്ങളുടെ പറഞ്ഞ ഡിമാൻഡുകളൊക്കെ നമ്മള് വെച്ചിരുന്ന ഡിമാൻഡുകളൊക്കെ നമ്മുടെ ലേബർ ഹൗസ് വഴി അത് ധാരണയായിട്ടുള്ളതാണ്. അത് രമ്യമായിട്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ട് മാനേജ്മെന്റ്. ജില്ലാ പ്രസിഡന്റ് ടിൻഡു തോമസാണ് നമ്മളൊപ്പം സംസാരിച്ചത്. ഇദ്ദേഹം പറയുന്നത് നമ്മുടെ സമരങ്ങൾ ഒത്തുചേർന്ന് ഇനി മിഷൻ ഹോസ്പിറ്റൽ തീർന്നിട്ടില്ല എന്നാണ് കേട്ടത്. ജൂബിലി മിഷനിൽ തീർന്നിട്ടില്ല, അതും വൈകാതെ തന്നെ. ഇവിടെ ഒത്തുതീർപ്പില് എന്താണ് വ്യവസ്ഥ വെച്ചിട്ട്? അല്ല, നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ മാനേജ്മെന്റും ലേബർ ഹൗസറുമായിട്ട് ഒരു രമ്യമായ ധാരണയിലെത്തി. പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എല്ലാം തീരുമാനങ്ങളായിട്ടുണ്ട്. അപ്പൊ നാളെ മുതൽ ഈ സമരം ഇവിടെ അല്ല, നാളെ മുതൽ ഇവിടെ സമരം ഉണ്ടാവില്ല. മിഷൻ ഹോസ്പിറ്റൽ എന്തുകൊണ്ടാണ് തീരാ? മിഷൻ ഹോസ്പിറ്റലിൽ എന്തായാലും തീർന്നിട്ടില്ല, അതും തീരുമെന്ന് തന്നെയാണുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഇവിടെ തീർന്ന പോലെ ലേബർ ഹൗസർ ആ കാര്യങ്ങളിലും വളരെ ഭംഗിയായിട്ട് തന്നെ ഇടപെട്ട് അത് തീർപ്പാക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇപ്പൊ ഇവിടെ ചർച്ചയിൽ നമ്മൾ ആവശ്യപ്പെട്ട ഡിമാൻഡുകളെല്ലാം പാസ്സായിട്ടില്ല. നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഡിമാൻഡുകളൊക്കെ ധാരണയായതാണ്. നമ്മൾ ശമ്പളം കൂട്ടുന്നുണ്ടോ? ശമ്പളം കൂട്ടി കിട്ടും. എത്ര ശതമാനം? 4000 മുതൽ 6000 വരെയുള്ള ഒരു വർധനവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴുള്ള ശമ്പളത്തിനൊക്കെ കൂടുതൽ 4000 മുതൽ 6000 വരെ അതാണ് ഒത്തുതീർപ്പായത്. അതെ. അമല മെഡിക്കൽ കോളേജിലെ സമരം ഒത്തുതീർപ്പായ പശ്ചാത്തലത്തിൽ തൃശൂരിലെ മറ്റൊരു പ്രമുഖ ആശുപത്രിയായ ജൂബിലി മിഷൻ ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരവും ഉടൻ തന്നെ ശുഭകരമായി ഒത്തുതീരുമെന്ന വലിയ പ്രത്യാശയിലാണ് സമരക്കാർ. ജൂബിലി മിഷനിലും അനുകൂലമായൊരു നിലപാട് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് സൂചനകൾ. വരും ദിവസങ്ങളിൽ തൃശൂരിലെ ആരോഗ്യ മേഖല പൂർണ്ണമായും സാധാരണ നിലയിലാകുമെന്നാണ് പൊതുജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം. തൃശൂരിൽ ആരംഭിച്ച ഓൺലൈൻ പ്രസ് ക്ലബിൽ പത്രസമ്മേളനം വിളിക്കുന്നതിനായി 9847358919 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ നാട്ടിലെ വിശേഷം ഓൺലൈൻ വാർത്തകളിലൂടെ നിമിഷനേരം കൊണ്ട് ജനഹൃദയങ്ങളിൽ എത്തിക്കാൻ ഓൺലൈൻ പ്രസ് ക്ലബ് നിങ്ങളെ സഹായിക്കുന്നു.